നമ്മുടെ ദൈവം നിലവിളിയെ മറികടന്നു പോകുന്ന ദൈവമല്ല. പടകിൽ വെള്ളം കയറിയപ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ചു. യേശു അവർ നിലവിളി കേട്ട് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. പിന്നീട് യേശു കടലിൽ കൂടി നടന്നു വരുന്നത് കണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കടലിൽ കൂടി നടന്നു വരാൻ ശ്രമിച്ച പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് കടലിൽ മുങ്ങിത്താഴുന്നത് കണ്ട് എന്നെ സഹായിക്കണമേ എന്ന് യേശുവിനോട് നിലവിളിച്ചപ്പോൾ യേശു അവൻ്റെ കരത്തിൽ പിടിച്ചു. ആ നിലവിളിയുടെ നടുവിൽ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നിലവിളിയെ മറികടന്നു പോകുന്ന ദൈവമല്ല. പിന്നെയും നാം കാണുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനായ യോനെ. സമുദ്രത്തിൻ്റെ ആഴത്തിൽ യോന നിലവിളിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് സമുദ്രത്തിൻ്റെ ആഴിയിൽ യോന ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആ പ്രാർത്ഥന കേട്ടു. അവൻ്റെ നിലവിളിയെയും ദൈവം മറികടന്നു പോയില്ല. അവൻ്റെ പ്രാർത്ഥനയും തിരുസന്നിധിയിലെത്തി. ദൈവം കരുണ കാണിച്ചു. വഴിയരികിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഭർത്യമായി ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ, അവൻ ഏറ്റവും അധികം നിലവിളിച്ചപ്പോൾ യേശു അവൻ്റെ നിലവിളി കേട്ടു. അവനോട് കരുണ കാണിച്ചു. ആ നിലവിളിയുടെ നടുവിൽ യേശു നിന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കി. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രയീം അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി പറഞ്ഞു: എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, മിസ്രയീമർ അവരെ ഞെരുക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ നിലവിളിയെ മറികടന്ന് പോവുകയില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ട്. ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ നിലവിളിയെ മറികടന്ന് പോവുകയില്ല. നിങ്ങളെ ഞെരുക്കുന്ന വിഷയം അതെത്ര കഠിനമാണെങ്കിലും ദൈവസന്നിധി നിലവിളിക്കുക, ദൈവത്തെ ഉണർത്തുക. നിശ്ചയമായും ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.